എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ പൂരം എക്സിബിഷന്റെ മുന്നിലാണ്. ഞങ്ങൾ ഇന്ന് എക്സിബിഷൻ കാണാൻ വന്നാണ്. എല്ലാവരും കുട്ടികളെ വീട്ടിൽ കാണാൻ വന്നാണ്. അപ്പൊ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഇന്ന്. അപ്പൊ നല്ല തിരക്കുണ്ട്. അരമണിക്കൂർ കൂടുതലായി നല്ല ദൂരത്ത് വന്നത്. അപ്പൊ ഞങ്ങള് എക്സിബിഷൻ കാണാൻ ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പൊ ഇനി നമ്മള് കയറാൻ നിൽക്കുകയാണ്. ഞങ്ങൾ പോയി നോക്കട്ടെ. അപ്പൊ നീക്ക് ഒരുമിച്ച് അതിലെ പോവാ. പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസവും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ശരിക്കും എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കയറി നോക്കാം. ആദ്യം തന്നെ ബെഡ്ഷീറ്റുകളും പില്ലോ കവറൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളിപ്പാട്ടങ്ങളും പിന്നെ വെറൈറ്റി കമ്മലുകൾ കിട്ടുന്ന ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ വെറുതെ പോയി ഇങ്ങനെ നോക്കിയെന്ന് മാത്രം. കുട്ടികളിങ്ങനെ അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും തിരഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ എക്സിബിഷന് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ആദ്യത്തെ ഈ പോലെ ടോയ്സ് ഒക്കെ കടയിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കും. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് വിലയൊക്കെ ഉണ്ടാവും. ഞാൻ പറയും ഇനി വാങ്ങിച്ചില്ല കേട്ടോ പറയും. അപ്പോൾ അവർ പറഞ്ഞാൽ വേണ്ടാന്ന് പറയും, ഇവിടുന്ന് മതി എന്ന് പറയും. അപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അവിടെ കാണാൻ ചിലപ്പോൾ വെറൈറ്റി എന്തെങ്കിലും കാണുന്നത്. അപ്പോൾ അവർക്ക് അത് വേണം. അപ്പോൾ അവർ പറയുന്നത് ഇത് കൊടുത്തിട്ട് അത് വാങ്ങിക്കാം. അപ്പോൾ അത് പറ്റില്ല എന്ന് പറയും. കാരണം ഒരു സാധനം എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവർ കുറേ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ എക്സിബിഷൻ കഴിയുമ്പോഴേക്കും 3-4 കളിപ്പാട്ടങ്ങളൊക്കെ അവർ വാങ്ങിച്ചു കൂട്ടും. അപ്പോൾ ഇത്തവണ ഞങ്ങളൊരു ബുദ്ധി പ്രയോഗിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ലാസ്റ്റത്തെ കടയിൽ നിന്ന് മാത്രം വാങ്ങിച്ചുള്ളൂ പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ ആദ്യം വാശി പിടിക്കില്ല. ഒരു സാധനം വാങ്ങിച്ചാൽ മതിയല്ലോ. ക്ഷമയോടുകൂടി നടന്ന് കണ്ടല്ലോ. അതായിരിക്കുന്നത് തിരക്കിന്റെ കാര്യം ഒന്നും പറയണ്ട. നല്ല തിരക്കായിരുന്നു. ചൂടുണ്ട്. അപ്പൊ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അയ്യോ വിയർത്ത് ഒഴുകായിരുന്നു. ഇടയിലിടയിൽ ഫാൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി കുറച്ചു നേരം നിൽക്കും, ഒത്തിരി സമാധാനിക്കും, പിന്നെ അങ്ങനെ പോവും. അങ്ങനെയായിരുന്നു. അങ്ങനെ ചൂട് കൂടിയപ്പോ പിള്ളേർക്ക് ഓരോ ഐസ്ക്രീം വേണമെന്നായി. അപ്പൊ പിന്നെ ഒരു ഭാഗത്തിരുന്ന് നമ്മള് ഐസ്ക്രീം കടയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഞാൻ കഴിച്ചില്ല ഐസ്ക്രീം കേട്ടോ. വണ്ണം വയ്ക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് തലേദിവസം പൂരത്തിന് പോയ സമയത്ത് ഒരെണ്ണം കഴിച്ചു. അപ്പൊ പിന്നെ രാജസ്ഥാനി അച്ചാറുകള് നല്ല നല്ല വെറൈറ്റി ഒരുപാട് അവര് ഓരോന്നും ടേസ്റ്റ് ചെയ്യാൻ തന്നുട്ടാ. ഞങ്ങൾ ഓരോന്ന് ഇരുന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. വെളുത്തുള്ളി ടേസ്റ്റ് ചെയ്തിട്ടാണ് ഒരെണ്ണം വാങ്ങിക്കുന്നത്. പിന്നെ അവിടെ തന്നെ ഗുണ കേവിന്റെ ഒരു മോഡല് ഉണ്ടായിരുന്നു. ആ ബോർഡ് കണ്ടപ്പോ തന്നെ അവർക്ക് ആ സിനിമ കണ്ടിട്ട് ബോയ്സ് കണ്ടിട്ട് അവിടെ കയറണമെന്ന്. ടിക്കറ്റിനാണെങ്കിൽ 80 രൂപയാണ്. അങ്ങനെ 80 രൂപ ടിക്കറ്റ് എടുത്ത് കയറി. കുഴപ്പമൊന്നുമില്ല. പക്ഷെ 80 രൂപയ്ക്കുള്ളൊന്നും ഇല്ല അല്ലേ. 80 രൂപ ഉള്ളിൽ പോയപ്പോ ഇവര് എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചു. കുട്ടേട്ടാന്നൊക്കെ വിളിച്ചു നടക്കണ്ടായിരുന്നു. പിന്നെ വളരെ സന്തോഷം ഉണ്ടായ ഒരു കാര്യമല്ലേ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വന്ന് പരിചയപ്പെട്ടു. അപ്പൊ അതൊക്കെ നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മളെ പോലെ ഒരു ചെറിയ ചാനലില് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു ഫാമിലി വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു. കാരണം അവര് ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സംസാരിച്ചു. ഫോട്ടോ എടുത്തു. കുറെ പേര് വന്ന് ഫോട്ടോ എടുത്തു. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്. കാരണം ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാറുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമായി. ഗുണ കൈവൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഫുള്ള് റൈഡുകളുടെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ എന്നിട്ട് പിള്ളേർക്ക് റൈഡുകൾ നോക്കിയപ്പോൾ കയറാൻ പറ്റില്ല. നല്ല തിരക്ക്. ഓരോ റൈഡിലും നല്ല ക്യൂ ആയിരുന്നു. അപ്പൊ ഒറ്റ റൈഡിൽ പോലും കയറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് 3-4 റൈഡുകൾ കയറിയതാണ്. ഒരു റൈഡിൽ പോലും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അവിടുന്ന് നമ്മൾ പതുക്കെ നീങ്ങി. പിന്നെ നോക്കുമ്പോ അവിടെ ഉണ്ട് ഒരു 3D സ്ക്രീൻ, 3D എഫക്ട്. നമ്മൾ ഒരു ചെറിയൊരു കൂടാരത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഫുള്ള് സ്ക്രീന്, റൗണ്ടില് സ്ക്രീന്, മുകളിലൊക്കെ ഫുള്ള് 3D എഫക്റ്റിലൊരു അത് അടിപൊളി. ഒരു 100 രൂപ ടിക്കറ്റ് ചാർജ്. പക്ഷെ നല്ലൊരു 3D എഫക്റ്റ് ഉള്ള ഒരു 7 മിനിറ്റ് ഒരു എന്താ പറയാ 3D എഫക്ട്. അലാവുദ്ദീനും അത്ഭുതം, അതാണ് അതിന്റെ ഒരു തീം. അത് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കുട്ടികളെ നല്ലോണം എൻജോയ് ചെയ്തു. നല്ല സൗണ്ട് എഫക്റ്റും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു. അതിന്റെ ഉള്ളിലേക്ക് ഒരു സമയം 30 പേർക്കേ കടക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് ഒരാൾക്ക് 30 പേര് വീതം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കുണ്ടെങ്കിൽ നല്ല കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യുന്ന കാര്യം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും. അതെ, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചെറിയൊരു തലകറക്കം പോലെയൊക്കെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എക്സിബിഷന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചൂട് കൊടുത്തിട്ട് അപ്പൊ ഞങ്ങൾ ഇറങ്ങി. ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ ഇപ്പൊ സമയത്ത് 10 10 മണി വരെയാണ് എക്സിബിഷൻ. അപ്പൊ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ ഇറങ്ങുന്നത് തിരക്ക് കാരണം. അപ്പൊ നിർത്തിയാൽ നമുക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.